കേക്കച്ചനും വേണുഗോപാലും രമേശ് ചെന്നിത്തല ഇവന്മാർ 3 പേര് എവിടെ നിന്നാലും ഇവന്മാരെ തോൽപ്പിക്കണം. നോട്ടയ്ക്ക് വോട്ട് ചെയ്താലും വേണ്ടില്ല, ഒരു കുഴപ്പമില്ല. വേറെ പാർട്ടിക്ക് ചെയ്തില്ലെങ്കിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക. ഇപ്പം ചാവേറായിട്ട് ഒരുത്തനെ ഇറക്കി വിട്ടിട്ടുണ്ട്. കറുത്ത പൊട്ട് മായ്ച്ച് കളഞ്ഞിട്ട് കാസർഗോഡ് ചെന്ന് നിന്ന് മുണ്ടില്ല എന്ന ഒരുത്തനുണ്ടല്ലേ, അവനെ ഇറക്കി വിട്ടാണ് ഇപ്പം ഇവന്മാർ വേലയാണ്. ഇവന്മാർക്ക് രംഗത്തിറങ്ങി പറയാൻ ഒക്കാത്തത് കൊണ്ട് അവനെ ചാവേറായിട്ട് ഇറക്കി വിട്ടുകൊണ്ട് അവനെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അവൻ ഏതാണ്ട് നല്ല പുള്ളിയാണെന്ന് അവൻ്റെ വിചാരം. പിന്നെ ഏതാണ്ട് ഒരു ഞാഞ്ഞൂലികളെ ഏതാണ്ട് വട്ട പൊട്ട് വിട്ട് പുട്ടിയും ഇട്ടുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ വലിയ പൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറി എന്നും പറഞ്ഞുകൊണ്ട് കുറേ ഞാഞ്ഞൂലികളെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവളെ എല്ലാം വീട്ടിൽ ഇരുത്തണം. എവുക്കുള്ളൊന്നും അഡ്രസ്സ് പോലും വരരുത്. ആ രീതിയിൽ സാറേ എന്തെങ്കിലും ചെയ്തേക്കുക. പാവപ്പെട്ട ഇതിനെ യുവമാരെല്ലാം കൂടെ എന്തോ കാണിച്ചു വെക്കുന്നത്. കോൺഗ്രസിന് വരില്ല സാറേ, വരില്ലെന്നുള്ളത് ഉറപ്പായി. ഇവന്മാർ 3 കൂടെ കോൺഗ്രസിനെ നശിപ്പിച്ച് പിന്നെ കുറെ ചാവറുകളെ ഇറക്കിയിട്ടുണ്ട്. വട്ടപ്പൊട്ടുകാരി പുട്ടിയിട്ടോണ്ട് വന്നെന്ന് പറയുന്ന വേണുഗോപാൽ ഏതാണ്ട് ലോക നേതാവാ. വേണുഗോപാൽ പറയുന്നതിന് അപ്പുറം ഒന്നും ഇല്ല. അദ്ദേഹമാണ് ലോക നേതാവ് എന്ന് പറയാ. ട്രംപിനേക്കാളും വലിയ നേതാവാ വേണു എന്നാ പറയുന്നത്. ഇവിടെയൊക്കെ മുന്നിൽ ഇറക്കി നിന്നുകൊണ്ട് യുവമാര് പറയുന്നത് കളിക്കാന്ന് സാറേ. അവളെ ഏതാന്ന് പോലും അറിയാൻ ആരും ഒരു മനുഷ്യരും കണ്ടിട്ട് പോലും ഇല്ല ഇവിടെ. അവള് വലിയ മുട്ടയെന്ന് വിരിഞ്ഞില്ല. അതിനിടയ്ക്ക് ഞാഞ്ഞൂലിനെ ഇറക്കി വിട്ട് ഞാഞ്ഞൂല് ഏതാണ്ട് കിടന്ന അവളെ കണ്ടാൽ തന്നെ ഒരു അപലക്ഷണമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വട്ടപ്പൊട്ടുകാരി പറയുന്ന അവക്കുള്ള ബോധ്യം വന്നുമില്ല. അപ്പൊ കേക്കച്ചൻ പറയുമ്പോഴാണ് അവളും പറയുന്നത് അവക്ക് ബോധ്യമായെന്ന്. എന്താ അവക്ക് വല്ല ബോധ്യം, അവക്ക് വല്ല സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. അവക്ക് ബോധ്യം ഉണ്ട് പോലും. രാഹുൽ അങ്ങനെ ഇങ്ങനെ പിന്നെ മുണ്ടില്ലാതെ ഡിവൈഎഫ്ഐക്കാര് പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അറിയാമല്ലോ. അവനാ ഇപ്പൊ വലിയ പുണ്യാളം ചമഞ്ഞ് വന്നിരിക്കുക. പൊട്ടൊക്കെ മായിച്ച് പൊട്ട് മായിച്ചെങ്കിലേ അവിടെ രക്ഷയുള്ളൂ. ഇപ്രാവശ്യം രക്ഷപ്പെടും. ഒരുങ്ങി ഇരുന്നോളാം പറ. ഞാനൊരു CRP കണ്ട ഭാര്യയാണ്. ഉമ്മൻചാണ്ടിയുടെ മകനൊരു കല്യാണം വന്നായിരുന്നു. അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അത് ആ കുഞ്ഞിനെ ആ കല്യാണം അല്ല. ഇന്ന് അതിന് വയസ്സ് എത്രയായി? രാഹുലിന് 35 വയസ്സ്. അവൻ 2 പെങ്ങന്മാരുണ്ട്, ഒരമ്മയുണ്ട്. ഈ ഒരു തെറ്റ് ചെയ്ത 2 പേരെ ഇഷ്ടത്തോടുകൂടി ഒരു തെറ്റ് അതും വിവാഹിത കാണുന്ന ഫ്ലാറ്റുകളിലെല്ലാം നടന്ന് അങ്ങനെ സുഖിച്ചും വച്ചേ ഇങ്ങനെ തോന്നിവാസം കൊണ്ടേന്ന് മുഖ്യമന്ത്രിയുടെ അടുത്ത് എന്തിനാ കൊടുത്തത്? മുഖ്യമന്ത്രി പിന്നെ എന്തോ കോടതിയാണോ? DGPയും ഇവിടെ കോടതിയൊക്കെ എന്തിനാ? ഈ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി ഈ സ്വർണത്തിന്റെ കാര്യങ്ങൾ ഇത്രയും പ്രശ്നമായി അവന്മാരെല്ലാം കൂടെ കട്ട് തിന്ന് ഒരുത്തൻ 5 കോടി വീതം ഇത് അടിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങളിത് മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുക. അത് ഇത്രയും തിന്നും വച്ച് നിരപരാധിയായ ഒരു ചെറുക്കൻ അവന്റെ അഹങ്കാരം കൊണ്ട് അത് സംഭവിച്ചു പോയി. പക്ഷെ അവൻ ചെയ്തത് MLA ആവുന്ന സമയത്ത് അവൻ പോകരുതായിരുന്നു. അതിനു മുമ്പ് അവൻ ഏത് സ്ത്രീയെ പിടിച്ചുകൊണ്ടായാലും വേണ്ടിയില്ല. അതൊരു തെറ്റ് തന്നെ. എന്നിരുന്നാലും ഈ ഉമ്മൻചാണ്ടിയെ കൂടെ കൊണ്ട് നടന്ന് അവസാനം മരിച്ചപ്പം കയറിയിരുന്ന് കരഞ്ഞില്ലേ? ഉമ്മൻചാണ്ടിയുടെ ഭാര്യ എന്തോ പറഞ്ഞേ? കല്ലെറിഞ്ഞ സമയത്ത് ഇത്രയും കേസിനകത്താക്കിയിട്ട് ഒരു മനുഷ്യനില്ലായിരുന്നു അവരടുത്തൊരു ചോദ്യം ചോദിക്കാനോ ആ ഭാര്യയും മക്കളെയും ഇത്രയും സങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനോ ആരുമില്ലായിരുന്നു. അപ്പം ഈ ന്യൂസുകൾ പറയുന്ന ആര് പറഞ്ഞിരുന്നാലും അവൻ രക്ഷപ്പെട്ടു വരും. അവനൊരു കുഴപ്പമില്ല. അവൻ തെറ്റ് ചെയ്ത ഈ ലോകത്ത് എന്റെ കണ്ണുകൊണ്ട് എത്രയോ വ്യഭിചാരം ഞാൻ കണ്ട്. ഞങ്ങൾ അങ്ങനെ ഓരോ കുടുംബം തകർക്കണമെങ്കിൽ ഞങ്ങൾക്കും തകർത്തുവിടാം. ഈ അടുത്ത സമയത്ത് 2 മാസത്തിന് മുമ്പ് എന്റെ കണ്ണിൽ കണ്ട് ആ കുടുംബം നമുക്ക് തകർക്കണമെങ്കിൽ തകർത്ത് വിടാം. ഒരിക്കലും നമ്മളങ്ങനെ ചെയ്തുകൂടാ. ഒരു പുരുഷന്റെ ഇഷ്ടത്തിൽ ചെല്ലത്തില്ല. അവളെ അങ്ങോട്ട് ചെന്ന് കാണുന്ന ഫ്ലാറ്റുകളിൽ കയറിയിട്ട് ഇതാണോ പാർട്ടി? ജനങ്ങളെ വാഞ്ചിച്ച് കയറിയിരുന്നു കൊണ്ട് തോന്നിവാസം ചെയ്തു. എന്റെ പേര് ഡേവിസ്, സ്ഥലം വെണ്ണൂര്. നിങ്ങൾ അന്ന് ചെയ്ത വീഡിയോ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ രാജ്മോഹന്റെയും മുരളിയുടെയും. അതെ, അതെന്തായാലും നന്നായി. കാരണം ഇവന്മാര് വലിയ വാചകം അടിക്കണതല്ലേ. ഇവന്മാരുടെ ചരിത്രം എല്ലാവരെയും കൊണ്ട് ഒന്ന് അറിയിച്ചത് എന്തായാലും നന്നായി. ഇവന്മാരെല്ലാം കൂടിയിട്ട് ഈ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായിക്ക് അടുത്ത ഒരു ഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്മാരെല്ലാം കേക്കച്ചനെ എല്ലാം കൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ യുവമാർക്കൊന്നും ഒരു പ്രാധാന്യം കാണൂല. ഷാഫി പറമ്പില്, രാഹുല് അങ്ങനെയുള്ളവരായിരിക്കും പിന്നീടുള്ള നേതൃത്വം ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആണ് യുവന്മാർ ഈ നമ്പറുകളൊക്കെ കാണിക്കുന്നത്. രമേശ് ചെന്നിത്തലയും കേക്കച്ചനും മുരളിയും ഉണ്ണിത്താനൊക്കെ. അപ്പൊ എന്തായാലും രാഹുലിനോടാണ് എല്ലാവർക്കും സപ്പോർട്ട്. കാരണം ചെറുപ്പക്കാരനാണ്. ഈ തെറ്റ് ഒരാള് മാത്രം ചെയ്യാതെ തെറ്റാവില്ല. 2 പേരും കൂടി ചെയ്തിട്ട് ഒരാൾക്ക് മാത്രം എങ്ങനെ തെറ്റ് വരുന്നത്? അല്ല, അത് തെറ്റെന്ന് എങ്ങനെ പറയാൻ പറ്റും? 2 പേരും തമ്മിൽ ഒരു ഇഷ്ടപ്പെടുന്നു,
അവര് പരസ്പര സമ്മതത്തോടെ അവരൊരു അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോയി. ഇത് കഴിഞ്ഞ് ഇവരെ ട്രാപ്പ് ചെയ്ത് ഈ വിവാഹിതയാണെന്നുള്ള വിവരം മറച്ചു വെച്ച് ഔദ്യോഗികമായി ബന്ധം പോലും വേർപെടുത്തിയിട്ടില്ല, വിവാഹിതയാണെന്നുള്ള ബന്ധം കാര്യം പോലും മറച്ചു വെച്ചിട്ട് ചതിക്കാൻ ശ്രമിച്ചിട്ട് അവസാനം അവനെ ട്രാപ്പിൽപ്പെടുത്തുവാൻ ബലാത്സംഗ കുറ്റവും കൊടുത്ത് അവനെ നശിപ്പിച്ച് അവന്റെ കരിയറും കളഞ്ഞ് ജീവിതം കളഞ്ഞതിനെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇതിനെല്ലാം ഒത്താശ ചെയ്ത് കൊടുത്ത് അവരെ പണം കൊടുത്ത് ഇറക്കിയ ഈ കേക്കച്ചനൊക്കെ ക്ഷമ അർഹിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കേക്കച്ചൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കേക്കച്ചൻ, രമേശ് ചെന്നിത്തല ഇവന്മാരൊക്കെ നിൽക്കണമെങ്കിൽ അവരെ ഈസി ആയിട്ട് തോൽപ്പിച്ച് കളയണം, എന്നാലേ ശരിയാവുള്ളൂ. എന്നാലേ അതായത് ഇവന്മാരുടെ ഈ പോക്കാണെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവും. അതാണ് ഉണ്ടാവാൻ പോണത്. അതിന്റെ മെയിൻ ഉത്തരവാദി കേക്കച്ചനായിരിക്കും. ഈ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കനത്ത തിരിച്ചടിയായിട്ട് വാങ്ങത്തില്ലേ ഇവന്മാര്? അതിനു വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഈ നമ്പറുകളൊക്കെ കാണിക്കണം. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് കുമ്മോള്. സാറേ, ഇത് കെട്ടിച്ചമച്ച കേസാണ് കേട്ടോ സാറേ. ഇത് നമുക്ക് ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. രാഹുൽ എന്തായാലും ഉയർന്നു തന്നെ വരും. രാഹുലിനെ ഞങ്ങൾ പിന്തുണയ്ക്കുകയാണ്. ഇത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. സാർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ട് സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണം. രാഹുൽ നിരപരാധിയാണ്. രാഹുലിന് എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകുന്നു. കേക്കച്ചന്റെ പരിപാടിയാണ് ഇതൊക്കെ. നമുക്കിത് രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകണം. തീർച്ചയായും അത് കോടതിയിൽ രാഹുൽ വിജയിക്കുക തന്നെ ചെയ്യും. നമുക്ക് നോക്കാം. നല്ലൊരു യുവ നേതാവാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി ആകേണ്ട ആളും കൂടിയാണ്. സാറേ, ഈ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ വീണ്ടും ഒരു കള്ളപ്പരാതി വന്നിട്ടുണ്ടല്ലോ സാറേ. അതിപ്പോ ഒരു പീഡന കേസ് ഇപ്പൊ കൊണ്ട് കൊടുത്തില്ലയോ? അല്ല, അതിങ്ങനെ അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ ഇതിനകത്ത് പ്രതിയായിട്ടുള്ള ഇവളും കൂടെ ചേർന്നിട്ടല്ലേ അഥവാ കൊച്ചുണ്ടായെങ്കിൽ ഉണ്ടായത്? അതാ പറഞ്ഞേ, അവള് വിവാഹിതയാണെന്നുള്ള വിവരം മറച്ചു വെച്ച് ഇത് വിവാഹിതയാണ് 1 വർഷമായതേ ഉള്ളൂ അവള് വിവാഹിതയായിട്ട്. അന്നേരം അവൾ ആരാ? ആ സമയത്ത് ഒരു കാമുകനെ തേടി പോവുകയും ഇത്തരത്തിൽ പോവുകയും അന്നേരം ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റും രാഹുലിന്റെ ഗർഭമാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? അത് തന്നെ. ഇതിപ്പോ ഈ രാഷ്ട്രീയക്കാരന്മാര് ചെയ്യുന്ന അതൊന്നും സാറേ, ഇതൊന്നും അല്ല പ്രശ്നം. സാധാരണ ഇങ്ങനെ ഒരു പീഡന കേസ് ഉണ്ടായാൽ അത് സാധാരണ കേസ് കൊടുക്കുന്ന നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ലയോ? ആണല്ലോ. ഇത് എന്റെ പൊതു സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഇത് വി ഡി സതീശൻ എന്ന് പറയുന്നവൻ അവൻ ആസൂത്രണം ചെയ്ത് കേക്കച്ചൻ ഇവൻ ഇതുപോലെ ആളെ ഇറക്കി ഇതുപോലെ കുരുക്കുണ്ടാക്കിയിട്ട് ഇവന്റെ തെളിവുകൾ ഇങ്ങനെയുള്ള ഇവന്റെ കൈവശം ഇവൻ കള്ള തെളിവുകൾ ഉണ്ടാക്കി ക്രമീകരിച്ചിട്ട് ഇവൻ പിണറായിയെ സഹായിക്കാൻ വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇവൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് ബോധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇവനാണിത് ആസൂത്രണം ചെയ്തത്. ഇവന് കൃത്യമായ ബോധ്യമുണ്ട് ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് ഇവന് ബോധ്യമുണ്ടെന്ന്. ബോധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്നല്ലോ സാറേ, 2 ഇലക്ഷൻ വരും. പഞ്ചായത്ത് ഇലക്ഷനും വരുന്നു, നിയമസഭയിലേക്കുള്ള ഇലക്ഷനും വരുന്നു. ഇവ ഈ കേക്കച്ചനും ഉണ്ട്, വി ഡി സതീശനും ഉണ്ട്, നമ്മുടെ ഇയാളുണ്ടല്ലോ, എന്തോ അവന്റെ പേര്, രമേശ് ചെന്നിത്തല. അതാ പറഞ്ഞ ഇവന്മാരെല്ലാം ഇതിന്റെ പണം പറ്റി മൂന്നാമതും പിണറായിക്ക് തുടർഭരണം. ഇവന്മാര് രണ്ടുകൂടെ അല്ലേ അത് സരിത ഇറക്കി ഉമ്മൻചാണ്ടിയെ തീർത്തത്. ഉമ്മൻചാണ്ടി സാറിനെ സരിത ഇറക്കി. സരിതയുടെ അവസ്ഥ ഇപ്പൊ എന്തോ, ഇന്നീച്ച് മൂത്രം ഒഴിക്കണ 2 പേര് തോളെ കൂടെ കൈയിടണം. ആ അവസ്ഥയിലായി അവള്. ഇന്ന് അതാ പറഞ്ഞത്, അന്ന് 2016 തന്നെയാണ് ഈ 2026 ആവർത്തിക്കുന്നതെന്ന് ഓർത്തോണം. ഇവന്മാരാണ് അന്നും പിണറായിയെ സഹായിച്ചത്, ഇന്നും ഇവന്മാരാണ് സഹായിക്കാൻ നിൽക്കുന്നത്. ഇപ്പൊ 2ാം ഭരണം കിട്ടിയത് ഇവന്മാര് മുഖാന്തരമാണ്. ഇപ്പൊ 3ാം ഭരണം കൊടുക്കുന്നത് ഇവന്മാര് മുഖാന്തരമാണ്. അതിനുവേണ്ടിയുള്ള കളിയാണ് ഇവന്മാര് കളിക്കുന്നത്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവന്മാരെ അറിഞ്ഞു തോപ്പിക്കുക ഇത്തവണ. സാറേ, ഇവന്മാരെ അറിഞ്ഞ് തോപ്പിക്കുമെന്നല്ല വേണ്ട. പഴയ കാലത്ത് ഇന്ദിരാഗാന്ധി ഉണ്ടല്ലോ സാറേ, പ്രധാനമന്ത്രി, 1984 ഒക്ടോബർ 31 പുള്ളിക്കാരിയെ വെടിവെച്ച് കൊന്നത് അംഗരക്ഷകൻ എന്ന് പറഞ്ഞമാര് ഇവന്മാരെ തോപ്പിക്കുമെന്നല്ല വേണ്ടുന്ന. പിന്നെ ഇവന്മാരെ വേണ്ടി തോപ്പിച്ചാലെന്തോ, അവനൊക്കെ തോറ്റാലെന്തോ ജയിച്ചാലെന്തോ, അത് അങ്ങനെ ചെയ്യണം ഇവനെയൊക്കെ. നമുക്ക് നിയമം കയ്യിലെടുക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മൾ അത്തരത്തിലുള്ള അക്രമമാർഗം നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിയമം കയ്യിലെടുക്കാൻ ഇപ്പൊ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് എന്ന് പറയാം. എന്ത് നിയമം? അത് പിന്നെ എന്തുവല്ല ഇങ്ങനെ അങ്ങ് ആണുങ്ങളെ തന്നെ ഇപ്പൊ ഈ അതിജീവിത അവിടെ എന്തോ അതിജീവിത അതിജീവിത അവിടെ പടം എന്താ ഈ ചാനലിൽ കാണിക്കാതെ? അതിജീവിതയല്ല, അതിവിവാഹിത. അതൊന്നും എന്താ പറയട്ടെ, എന്തോ തന്തയിലായി കാണിച്ചാലും ആണുങ്ങളുടെ പേര് ഇപ്പൊ സുപ്രീം കോടതിയാണ്ട് ഒരു പുതിയ നിയമം ഇറക്കിയേക്കുന്നല്ലേ. ഇപ്പൊ ഈ ആണും പെണ്ണും തമ്മിൽ ഇഷ്ടപ്പെട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അത് പിണങ്ങി കഴിഞ്ഞാൽ
പിന്നെ ആണുങ്ങളുടെ പേര് പരാതി കൊടുക്കാൻ ഒക്കത്തില്ലെന്ന് സാർ അറിഞ്ഞില്ലേ? അത് കണ്ടില്ലേ? ബലാത്സംഗ കുറ്റം അതൊക്കെ നമ്മൾ എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ബലാത്സംഗ കുറ്റം നിൽക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളെ അങ്ങ് രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ ഇവന്മാരൊക്കെ ഇനി എത്ര കിടന്ന് ചാടിയെന്ന് പറഞ്ഞാലും പാലക്കാട്ടുകാര് രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടത്തില്ല. പല കാര്യം കാരണം നല്ല ഉറപ്പുണ്ടല്ലോ. അത് ഇവരൊക്കെ കിടന്ന് എത്ര ചാടിയെന്ന് പറഞ്ഞാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കൈവിടത്തില്ല. അങ്ങനെയുള്ള പരിപാടിയാണ് ഇപ്പൊ ഈ നടക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഇവന്മാർ ഈ ഇടതുപക്ഷം വി ഡി സതീശൻ അതിനകത്ത് കളിക്കുന്നത്. സതീശൻ എന്ന് പറഞ്ഞ ഒരൊറ്റ ഒരുത്തനാണ് ഇത് ആസൂത്രണം ചെയ്ത് ഇതിനെ ഈ നിലയ്ക്ക് എത്തിച്ചത് അവനാണ്. എന്നിട്ട് അവന്റെ കൂടെ നിന്നവും അവൻ ഇപ്പൊ പമ്മി മാറി ഇവന് തെറി കിട്ടുമെന്ന് മനസ്സിലായപ്പം ഇവൻ മാറി നിന്നിട്ട് അടി കൊള്ളാൻ വേണ്ടി ആ പഴയ കിങ്ങിണിക്കുട്ടനെയും ആ പഴയ ഞരമ്പ് രോഗി ഉണ്ണിത്താനെയും ഒക്കെ ഇറക്കി നിർത്തി ഇവൻ പതുക്കെ പമ്മിയിരിക്കുന്നു. ഞാൻ ഹരിപ്പാട്ടൂന്ന് വിളിക്കുക. എന്റെ പേര് തങ്കമ്മയെന്നാ സാറേ. സാറേ, ഒരു പെണ്ണ് നോക്കിയാ ഈ ലോകത്ത് ഇപ്പൊ എന്ത് വേണേലും നടക്കുമല്ലോ. അവൾ എന്തൊരു സാധനമായിട്ടാ ഇങ്ങനെ. സാറേ, എനിക്ക് തോന്നുന്നു ഇവരും സാറ് പറഞ്ഞതുപോലെ ഇവരുടെ ഭർത്താവും ഈ പാർട്ടിക്കാരും എല്ലാം കൂടെ ഒത്തുകളിയാ. ഇത് വി ഡി സതീശന്റെ തിരക്കഥ അനുസരിച്ച് അയാൾ ഇറക്കിയ അവരല്ലേ ഇവര് കൃത്യമായിട്ട്. വി ഡി സതീശൻ എന്താ രാജ്മോഹൻ ഉണ്ണിത്താൻ അയാൾ നേരത്തെ ഒരു വിവാദത്തിൽ പിടിപെട്ടതാണല്ലോ. അവനിപ്പം ഈ കേക്കച്ചന്റെ കൂടെ ഒന്ന് അമ്പി നിന്ന് കഴിഞ്ഞാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവന് മത്സരിക്കാൻ സീറ്റ് കിട്ടും. എങ്ങാനും ജയിച്ചാൽ വല്ല മന്ത്രിയാകാന്ന് പറഞ്ഞിട്ട് ആ മൂച്ചിനാണ് അവൻ നിന്ന് ഈ പണി ചെയ്യുന്നത്. ഇപ്പൊ എം പി ആയിട്ട് എങ്ങാണ്ട് നിൽക്കുവാണല്ലോ. അവനെ കാസർഗോഡുകാർക്ക് മറ്റേ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അവൻ രക്ഷപ്പെട്ടു. ഇത് സാറേ ഇപ്പം ഇവരെല്ലാം കൂടെ ഒത്തോണ്ട് ഇപ്പൊ ഈ ശബരിമല പ്രശ്നം മറയ്ക്കാൻ വേണ്ടിയിട്ടും ശബരിമല പ്രശ്നം മറയ്ക്കാൻ ഇത് CPM ഉപയോഗിച്ചോളുമെന്ന് കരുതി കേക്കച്ചൻ ഇട്ട് കൊടുത്ത സാധനമാണ് ആയിരിക്കും. തന്നെയുമല്ല ഇവക്കിപ്പോ വല്ല കോടികൾ വല്ലതും കൊടുത്തു കാണും. ഈ പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോകാനും അവിടെ ഇതിന്റെ എല്ലാം പിന്നിൽ സതീശന്റെ ആസൂത്രണമാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും എന്റെ ധാരണയുടെ പുറത്താണെന്ന് പറഞ്ഞാൽ ഇവന്റെ ഈ ധാരണ എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ വയ്യാത്ത ഈ വിഷയത്തെക്കുറിച്ചും ഇവളെക്കുറിച്ചും ഇവരുടെ ഈ നാടകത്തെക്കുറിച്ചും എല്ലാം അറിയാവുന്ന ഏക വ്യക്തി ഈ കേക്കച്ചനെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേരം ഇതിനെ അവസാനം ഇങ്ങനെ കൊണ്ടെത്തിക്കാമെന്നുള്ള ഇവരുടെ കൃത്യമായ ധാരണയുള്ളതുകൊണ്ടാണ് ബാക്കി CPM-ഉം BJP-യും പോലും ഈ വിഷയം വിട്ടുപിടിച്ചപ്പോഴും ഇയാള് ഇതിന്റെ പുറകെ എന്റെ ധാരണ എന്ന് പറഞ്ഞാൽ 106 ദിവസമായിട്ട് ഇയാൾ നിൽക്കാൻ കാരണം അതാ. ഇപ്പോൾ KC വേണുഗോപാൽ ഇയാളെ തിടുക്കപ്പെട്ട് തിരികെ എടുത്താൽ KCയുടെ കൂടെ രാഹുലും ഷാഫിയും അടക്കം വീണ്ടും കട്ടക്ക് ഇവര് വീണ്ടും ശക്തമായ ഒരു ടീമായി മാറും. ഇയാൾ നാണം കെടുമെന്ന് കരുതിയാണ് രാഹുലിനെ ഒരു കാരണവശാലും എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഈ പെണ്ണിനെ ഇറക്കി ഈ പണി ഇയാൾ ചെയ്തത്. അതെ, തന്നെയല്ല പുള്ളി കാണുന്നതിനെയൊക്കെ പറ്റി നല്ലപോലെ വിമർശിക്കുന്നുണ്ടല്ലോ. അത് ഇവന്മാർക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. അതാ ഇപ്പോൾ ഇയാളെ പാർട്ടിക്ക് പുറത്ത് നിർത്തിയിട്ടും രാഹുൽ അതുപോലെ ശക്തമായി വർക്ക് ചെയ്ത് പാലക്കാടുകാർ അവനെ നെഞ്ചിലേറ്റേക്കുക. അവിടെ നഗരസഭ പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളിടത്ത് ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയും പാലക്കാട് വിജയം ഉണ്ടായി കഴിഞ്ഞാൽ ഇവന്മാര് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതെ, അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിഷയത്തിലെ യഥാർത്ഥ രാഷ്ട്രീയ ഇതാ. ഞാൻ ആലോചിക്കുന്നുണ്ട് സാറേ, അങ്ങ് വോട്ട് ഇവർക്ക് കൊടുക്കരുതെന്ന് എന്റെ ഒരു കാരണവശാലും ഇവന്മാർക്ക് വോട്ട് ചെയ്യരുത് ഈ ഇത്രയും ചതി ചെയ്ത. കാരണം പിണറായി വന്നാലും ഈ കേക്കച്ചൻ വന്നാലും ഒന്ന് തന്നെ ഒരുപോലെ. ഞാനിപ്പോൾ പാലക്കാട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് റഷീദ് എന്നാണ്. സുനിലേട്ട, ഞാൻ നിങ്ങളുടെ ന്യൂസ് മൊത്തം ഞാൻ കേൾക്കുന്ന ഒരാളാണ്. ഈ കോൺഗ്രസിന്റെ കുറച്ച് നേതാക്കന്മാരുണ്ടല്ലോ, അവരിനോട് ഈ ആരോപിക്കപ്പെട്ട നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്ന ഇദ്ദേഹത്തിനെ ഒന്ന് കൊന്നു തരാൻ പറ്റുകയാണ് എന്തെങ്കിലും ആളുകൊണ്ട് അതൊന്ന് അവന് കൊണ്ടൊന്ന് ചെയ്യാൻ വേണ്ടി പറയുക. കാരണം എന്താ പറയുക, ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലിനേക്കാളും നല്ലത് പെട്ടെന്ന് അങ്ങനെ ആളുകളെ അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ സംഭവത്തിന് ഒന്ന് ഇതായി കിട്ടുമല്ലോ. കാരണം ഇനി ഇതിന് വിശ്വസിച്ചിട്ട് എന്താ കാര്യം എന്ന് പറ. അടുത്ത ഇലക്ഷൻ ആകാൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ഉറച്ചൊരു കോൺഗ്രസ്സുകാരനാണ്. എന്റെ വോട്ട് ഞാൻ ആർക്ക് ചെയ്യണമെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്തൊരവസ്ഥയാണ് നോക്കുന്നില്ലാട്ടാ. ഒരു സാധു മനുഷ്യൻ ഇത്രത്തോളം, അതായത് ഒരു ചാനൽ നിങ്ങളല്ലാത്ത എല്ലാ ചാനലുകളും ആ സാധുവിനെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങളും CPM-ന്റെ പാർട്ടിക്കാരിൽ ഉണ്ടായിട്ട് പോലും ഒരു ചെറുവിരൽ ഇണക്കാൻ ആർക്കെങ്കിലും കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത്രയും കാലത്തിനായിട്ട് സ്വന്തം പാർട്ടി തന്നെയാണ് ഈ സാധുവിനെ കൊല്ലാക്കൊല ചെയ്തത്. അതിനെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി പറയാം. നിങ്ങൾ ആരെങ്കിലും ഇതിനൊന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ഒരു കേക്കച്ചൻ ഉണ്ടല്ലോ, ആ ചങ്ങായിൻ്റെ അടുത്തൊന്ന് പറ, ഇത് അവനിക്കൊന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതായി കൊടുക്കും. എത്രയും പെട്ടെന്ന് വല്ല പോയിസൺ എന്തെങ്കിലും കൊടുത്തിട്ട് അതിനൊന്ന് ഇതാക്കാൻ വേണ്ടി പറയാം. ഇനി ഇതിൽ കൂടെ നമുക്ക് എന്താ ഇനി ചെയ്യാൻ പറ്റുക? ഞാനിങ്ങനെ എത്ര കണ്ട് നമ്മൾ അനുഭവിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ സുനിലേട്ടാ. വളരെയധികം ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്നു വരുന്ന ഒരു നല്ലൊരു നേതാവായിരുന്നു. എന്താന്ന് അറിഞ്ഞൂടാ. വളരെ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് ഞാൻ ഇത് എന്താ പറയുക നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കോൾ ചെയ്തിരിക്കുന്നത്. സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്.
ഞാൻ ഈ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിയറ പഞ്ചായത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പേര് ജോണി എന്നാണ്. എൻ്റെ ഒരു ചിന്താഗതി, എനിക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തും ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി, ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിലേക്ക് വിളിക്കുന്നു. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ, ഇപ്പം ഈ ചാനലിലും ഈ സോഷ്യൽ മീഡിയ എല്ലാം ഷാഫിയും രാഹുൽ മാങ്കൂട്ടും ഒക്കെ ഒറ്റ കെട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് വരെയും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു സപ്പോർട്ടായിട്ട് ഈ ഷാഫി പറമ്പിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷെ പുള്ളിയോട് സോഷ്യൽ മീഡിയ ചാനലുകാരൊക്കെ സംസാരിക്കുമ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്, പാർട്ടി പറയുന്നത് അതിനപ്പുറം ഇല്ലെന്നൊക്കെയാണ് പുള്ളിയുടെ ഒരു സംഭാഷണവും കാര്യങ്ങളും ഒക്കെ. അത് സാറിപ്പോൾ റിലേ ചെയ്താലും ഇല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പുള്ളിക്കും ഇതിലൊരു ചെറിയ പങ്കുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാട്, എനിക്ക് 61 വയസ്സായ ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, പുള്ളി KPCCയിലൊക്കെ ഒരു അംഗത്വമുള്ള ഒരു വ്യക്തിയാണല്ലോ ഷാഫി പറമ്പിൽ, അന്ന് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവിടെ ഒരു KPCCയിൽ ഒരു തീരുമാനം എടുക്കുമ്പോഴത്തേക്ക് ഷാഫിക്ക് ഒരു ഒറ്റ വാക്ക്, ഷാഫി ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഈ പ്രശ്നം ഇത്രയും പോവുകയല്ല. എൻ്റെ ഒരു ഒന്നെന്ന് പറഞ്ഞാൽ എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ഇതെല്ലാം ആസൂത്രണം ചെയ്തത് ഈ പ്രതിപക്ഷ നേതാവല്ലേ? അത് തന്നെ ഞാൻ പറഞ്ഞ ഒന്ന്, ഇതുപോലെ അയാള് ഇത്തരത്തിൽ ഇവനെ തീർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതെല്ലാം ആസൂത്രണം ചെയ്ത് ഇത് ശത്രു ചാനലിൽ ഇട്ട് കൊടുത്തിട്ട് പമ്മി മിണ്ടാന്നിരിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിച്ചിട്ട് ഇവനെതിരെ ആക്ഷൻ എടുത്തിട്ട് ഇവൻ ഓരോ ഘട്ടമായിട്ട് പിണറായിക്ക് 3-ാം വട്ടം ഒരുക്കാൻ ഉള്ള ആ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇതിനെ നീട്ടിക്കൊണ്ടു പോകാനുള്ള പരിപാടി അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇയാൾ ആത്മാർത്ഥതയുള്ള ഒരു മനുഷ്യനായിരുന്നു എങ്കിൽ ഇദ്ദേഹത്തിന് ചെയ്യാമായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്രകാരം ഒരു ആരോപണം വരുമ്പോൾ ഇയാൾക്ക് പറയാം, ഞാൻ പലവട്ടം ആവർത്തിച്ചിട്ടുള്ള, ഞാൻ ഒന്നുകൂടെ പറയുന്നു, അപ്രകാരം പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ എത്രയും വേഗം രേഖാമൂലം പരാതി കൊടുക്കുക, തെളിവ് കൊടുക്കുക, പോലീസ് അന്വേഷിക്കട്ടെ, കോടതി കുറ്റക്കാരന് കണ്ടെത്തിയാൽ ആ നിമിഷം ഇയാളെ ഞങ്ങൾ രാജിവെപ്പിക്കും. അതല്ലെങ്കിൽ മറുപക്ഷത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിലെ ഇതുപോലെ ലൈംഗികാരോപണത്തിന് വിധേയരായ സകലവന്മാരെ നിങ്ങൾ ഇന്ന് പുറത്താക്കിയാൽ ഞങ്ങളും ഇന്ന് പുറത്താക്കാം, അല്ലാത്ത പക്ഷം യാതൊരു കാരണവശാലും ഇയാളെ പുറത്താക്കേണ്ട കാര്യമില്ല, ഇയാളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും എന്നൊരു വാക്ക് പറയുമായിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് അവിടെ അവസാനിച്ചേനെ. അന്ന് അവിടെ അവസാനിക്കും. പക്ഷേ അന്ന് അവിടെ അവസാനിക്കാൻ പാടില്ല. ഈ പ്രശ്നം ഇവൻ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ നീറി പോകണം, ഇവനെ നാണം കെടുത്തിക്കണം. അതോടൊപ്പം തന്നെ 2016-ൽ ഉമ്മൻചാണ്ടിയുടെ തുടർഭരണം നഷ്ടപ്പെടുത്തിയതുപോലെ 2026-ലും പിണറായിക്ക് ഭരണം കിട്ടണമെങ്കിൽ ഈ വിഷയം ആളിക്കത്തി നീറി പോകണം. സ്വർണ്ണക്കൊള്ള എന്ന ഇടതുപക്ഷത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇതിപ്പം ഇട്ടുകൊടുക്കണം. ഇതെല്ലാം ചെയ്ത് കൊടുത്തിട്ടിരിക്കുന്ന ഈ കേക്കച്ചൻ ഇവനൊന്ന് എന്തെങ്കിലും തരത്തിലൊരു പ്രതിരോധം തീർക്കാൻ പറ്റുമോ? ഇവൻ ഒരു റെസിസ്റ്റൻസ്, അതായത് ഒരു റേപ്പ് ചെയ്യാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് സ്വാഭാവികമായിട്ട് പോലും ഉണ്ടാകത്തില്ലേ? ഇതൊന്നുമില്ല. ഇവൻ കിടന്ന് എൻജോയ് ചെയ്യുകയാണത്. ഇവൻ അത് കിടന്ന് എൻജോയ് ചെയ്യുകയാണ്. ഇവൻ ഉണ്ടാക്കി വന്ന ഇവന് വലിയ നേതാവ് കേക്കച്ചൻ. അല്ല, ഇത് കേക്കച്ചന്റെ പണിയാന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായില്ലേ? പിന്നെ ഈ കേരളത്തിൽ എവിടെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു സംഗതിയാണല്ലോ. എന്നിട്ട് എന്നിട്ട് അവന് ഇതിനെല്ലാം ഇത്രയും ദിവസം മുമ്പിൽ നിന്നിട്ട് അറസ്റ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ കഴിഞ്ഞ 2 ദിവസം പതുക്കെ ഉൾവലിഞ്ഞിട്ട് ഈ പറയുന്ന ഈ പാട്ടിലെ ഏറ്റവും വലിയ ആവാസന്മാരായ മറ്റേ തുണിയില്ലാതെ പിടിക്കപ്പെട്ട ഉണ്ണിത്താനെയും അതുപോലെ കിങ്ങിണിക്കുട്ടനെയും ഒക്കെ ഇറക്കി ഇവനെ ചീത്ത് വിളിപ്പിക്കുക, കേക്കച്ചനെ ന്യായീകരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തില്ലേ? ഞാൻ ഏറ്റവും ഈ സോഷ്യൽ മീഡിയ വാർത്ത വരുന്നത് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്ന് സുനിൽ സാറിൻ്റെ വാർത്തകളും പിന്നെ മറ്റ് മാധ്യമങ്ങളിലൊക്കെ വാർത്തയും കൂടെ ഒന്ന് വിശകലനം ചെയ്യും. അപ്പം വിശകലനം ചെയ്ത് വരുമ്പോഴത്തേക്ക് സുനിൽ സാർ പറയുന്നത് ഇന്ന് വരെയും, പിന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഏറെക്കുറെയൊക്കെ ബോധ്യപ്പെടുന്ന രീതിയിലാണ്. ഇന്ന് വരെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് സാറും രാഹുൽ ഈശ്വറും നിങ്ങൾ രണ്ടുമാണ് ഇതിന് മെയിനായിട്ട് നിൽക്കുന്നത്. പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ മണിവര വില്ലേജിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസ് അനുഭാവിയാണോ? ഞാൻ കോൺഗ്രസ്
ഞാൻ നേരത്തെ CPM-ലായിരുന്നു. ഞാൻ നേരത്തെ CPM-കാരനായിരുന്നു. ഇപ്പോഴോ? ഇവിടെ ഇപ്പോഴോ? ഇപ്പൊ ഞാൻ അതിൽ നിന്നൊക്കെ മാറി. എനിക്ക് ഇവന്മാരുടെ ഈ രീതി എനിക്ക് പിടിക്കുന്നില്ല. ഞാൻ അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടം വരെ ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷം ഞാൻ ഇവന്റെ ഈ അച്യുതാനന്ദനെ തലക്ക നടത്തി ഇയാൾ കയറി വന്നപ്പോ തൊട്ട് എനിക്ക് ഇത് പിടിക്കുന്നു. ഞാൻ ഇവന്മാരുടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവന്മാര് നേടി പോകുന്നത് എങ്ങനാ? ഓരോ പെണ്ണു വിഷയത്തിലാ. ഇവന്മാർക്കല്ലാതെ കൊണ്ട് ഇവന്മാർ ഞങ്ങൾ ഭരണത്തിരുന്നപ്പോ ഇന്നത് ജനങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്തു എന്ന് പറയാൻ ഇവന്മാർക്കില്ല. അപ്പോൾ അടുത്ത ഒരു ഇരയിട്ട് എന്റെ പൊന്നു സാറെ, ഉമ്മൻചാണ്ടി സാറ്, ഉമ്മൻചാണ്ടി സാറിനെ ഒരു വന്ധ്യവയോധികനായ ഒരു മനുഷ്യനെ ആ സരിത എടുത്തിട്ട് യവന്മാര് കാണിച്ച കാട്ടായി. പക്ഷെ ഇന്ന് ഭൂലോകം കണ്ടതിൽ ഇതുപോലെ ഒരു മരണം ഇന്ന് വരെ കല്ലറയ്ക്ക വരെ ഇന്നിപ്പോ ഒരു പുണ്യവാളനെ പോലെ അയാൾ നിൽക്കുക. ഞാൻ CPM-ലായിരിക്കുന്ന കാലത്ത് അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ പെൺകണി ഈ സരിത ഇറക്കിയ ഇവന്മാര് തന്നെയല്ല ഇന്നും ഈ രാഹുലിനെതിരെ നിന്ന് പണിയുന്നത് എന്നത്. എന്നിട്ട് പോലും ഈ കോൺഗ്രസ്സുകാരന്മാർക്കും ഈ നാട്ടുകാർക്കും മനസ്സിലാകാത്തത് എന്ത്? അന്ന് എന്തൊക്കെ പറഞ്ഞു, എങ്ങനെയൊക്കെ ക്രൂശിച്ചു, അവസാനം ആ പാവം മരിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഷാഫി ഒറ്റ ഒരുത്തനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്. ആ ഷാഫി ഒറ്റ വാക്ക് പറഞ്ഞാൽ ഇന്ന് ഈ വിഷയം ഇത്രയും വരികയില്ല. ഇവന്മാർക്കെല്ലാം ഈ കേക്കച്ചൻ എന്ന് പറയുന്ന അദമനെ പേടി. അന്നേരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനുമായിട്ടൊരു ക്ലാഷ് ഉണ്ടായാൽ മണ്ഡലം കിട്ടാതെ വരികയോ അല്ലെ മത്സരിക്കാൻ അവസരം കിട്ടാതെ വരികയോ ഒക്കെ ചെയ്യുമെന്ന് പേടിച്ചാണ് ഇവന്മാരെല്ലാം മിണ്ടാതിരിക്കുന്നത്. അതിപ്പോ താരകന്റെ കെട്ടിയോള് മൊബൈലിൽ കൂടെ പറഞ്ഞതല്ല, നമ്മൾ കേട്ടുവച്ചിരിക്കുന്നതല്ലേ. ഇതിനൊന്നും ഒരു പ്രശ്നമില്ല നാട്ടുകാർക്ക്. ഇല്ല, ഞാൻ അതല്ല പറഞ്ഞു. ഈ രാഹുലിന്റെ ഒറ്റ വിഷയത്തിൽ ഷാഫി ഒറ്റ വാക്ക് പറഞ്ഞാല്, ഷാഫി KPCC ഭാരവാഹിയാണല്ലോ. KPCC അപ്പൊ പുള്ളി ഒഴിവുകഴിവോട് പറഞ്ഞ് നിന്നോണ്ടിരിക്കുവാണ്. കാര്യം ശരിയാണ്, ഷാഫി നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ ഷാഫിയുടെ ഒറ്റ വാക്കുണ്ടെങ്കിൽ ഇത്രയും ഈ കേസ് കെട്ട് വഷളാകുകയല്ല. എന്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. എനിക്ക് 61 വയസ്സായ ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനിവിടെ പാലക്കാട് നിന്ന് വിളിക്കുകയാണ്. രാജൻ പേര്. ഇന്നലെ നിങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെയും മുരളീധരന്റെ ഇട്ട് വളരെയധികം നന്നായി. അത് എല്ലാ ദിവസവും ഇടണമെന്നാണ് എന്റെ അഭിപ്രായം. എല്ലാ ദിവസവും. കാരണം ഇമാതിരി തെണ്ടികൾ വെച്ചിട്ട് അല്ലേ, ഞാൻ പാലക്കാട് നിന്ന് വിളിക്കുന്നത്. എനിക്ക് രാഹുലായിട്ട് കണ്ടിട്ടില്ല, നിങ്ങളുമാതിരി ഞാൻ സംസാരിച്ചില്ല. എനിക്ക് രാഹുലിനെ ഈ അവന്റെ സ്മൈൽ പദ്ധതി ഇല്ലേ പാവപ്പെട്ട വീട്ടുകാർക്ക്, അതൊക്കെ ഞാൻ സഹായിക്കാനൊക്കെ രാഹുലിനെ സമീപിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇവരൊക്കെ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സുനിലെ. ഇതിപ്പോ വോയിസ് മിക്സിംഗ് എന്നുള്ള പരിപാടി ഉണ്ട്. പറയുള്ളു നിങ്ങൾ അതേമാതിരി തന്നെ വോയിസ് വേറെ ആൾക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് വേറെ ഇതൊക്കെ വെച്ച് കയറ്റി ഇതൊക്കെ ചെയ്യുന്ന പിണറായി കേട്ടോ, വേറെ ആരുമല്ല കേട്ടോ. നിങ്ങളോട് സംസാരിച്ച് ഞാൻ ഇതിലൊന്നും പ്രതികരിക്കാനില്ല. എനിക്ക് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആ രാജ്ഭവൻ ഉണ്ണിത്താന്റെയും മുരളീധരനെയും ഇട്ടത് വളരെ എന്തായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്നുള്ള വലിയ അതിശയം കേട്ടോ. ഹലോ സുനിലെ, ഇത് സമൂഹ മാധ്യമങ്ങളിലും എല്ലാം കിടന്ന് കളിക്കുന്ന സാധനമാണ്. കാരണം വർഷങ്ങളായിട്ട് ആളുകൾ മറന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ. ഇത് ആളുകൾ മറന്ന സാധനമായിരുന്നു അത് എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കണം. എന്റെ അഭിപ്രായം അവൻ അങ്ങനെ പറയാനുള്ള അവകാശമില്ല രാജ്മോഹൻ ഉണ്ണിത്താനും മുരളിയൊക്കെ ഭയങ്കരതാണ്. അവരെ ഞാൻ ബിലോട്ട് കോഴിക്കോട്ടുകാരുടെ അവരെ അതുകൊണ്ട് എല്ലാ വിവരം. പിന്നെ ഇതിന്റെ ഒക്കെ കളിക്കുന്നത് സുധാകരനെ പുറത്താക്കിയത് ഒക്കെ പണമാണ്. വീടി ദർശനം കോടികൾ വാങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ പിണറായി. ഇതെല്ലാം കേക്കച്ചന്റെ പിന്നിലെ കളികളല്ലേ ഇതെല്ലാം? ഇതൊക്കെ അവൻ മാത്രം. ഇതിന്റെ വീട്ടിൽ സുധാകരൻ പോക്കി കോടികൾ കൊടുത്ത് മറ്റേ ആൾക്ക് ഹൈക്കമാൻഡിന്റെ പെണ്ണ് വന്നില്ല മനുഷ്യൻ. ഇതൊക്കെ പിണറായിന്റെ കളിയാ. അത് ഈ 99 സീറ്റ് കിട്ടിയ എങ്ങനെയാണ് സാറേ? ഞാനത് പറയേ, ഇത് ഇവര് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് കൊടുത്തു, പിന്നെ ചെന്നിത്തലയ്ക്ക് കോടികള് വീടി സാധനം. ആ 99 സീറ്റ് ബാലറ്റ് പേപ്പർ കൂടി അവർ കയറിയത്. അതറിയാണ് പോസ്റ്റൽ വോട്ടർ കൂടെ. അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കയറ്റിയതാ.
ആ 99 സീറ്റിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ സാറേ. വെറും പോസ്റ്റൽ വോട്ടിന്റെ കണക്ക് ഇവര് മീഡിയക്കാരെയും പിടിച്ചു. മീഡിയക്കാർക്ക് കൊടുത്ത് കോടികൾ കൊടുത്തുക. അവർ പോസ്റ്റൽ 99 സീറ്റ് കിട്ടിയിട്ട് ആ പോസ്റ്റൽ വോട്ടറിന്റെ കണക്കില്ല. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകരാണ്, എനിക്ക് തന്നെ മനസ്സിലായത്. അത് മുമ്പ് 30 മിനിറ്റിൽ നമുക്ക് അറിയായിരുന്നു ഇലക്ഷൻ റിസൾട്ട്. ആ സമയത്ത് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇലക്ഷൻ കമ്മീഷനും കൊടുത്തു കോടികൾ. അതോ അങ്ങനെയാണ് ഇവർ ഈ 99 സീറ്റ് അടിച്ചെടുത്ത്. പോസ്റ്റൽ വോട്ടിന് ഏതെങ്കിലും കണക്കുണ്ട്? അത് മീഡിയക്കാർക്കും പൈസ കൊടുത്തു. ഇതാണ് ഉണ്ടായി. പോസ്റ്റൽ വോട്ടിന് 99 സീറ്റ് പോയി നിന്ന് പിന്നെ അതിൽ ഇറങ്ങിയിട്ടില്ല അവര്. എന്തോ പുകപ്പുറത്ത് 44 വെറും ഇതിന് ഫ്രോഡ് കളിച്ചിട്ടാ കൈവച്ച് ചെയ്തതായി 99 സീറ്റ്. അല്ല ജനങ്ങൾ തിരിച്ചടിച്ചതല്ല സുനിലെ. അറിയോ, ഞാനൊരു നിരീക്ഷകനാണ്, അതുകൊണ്ടാണ് പറയുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.